വാർത്തകൾ വിശദമായി. ഡിറ്റ്വ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരം തൊടില്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കടലോര മേഖലയിലെ 25 കിലോമീറ്റർ അടുത്ത് വരെ മാത്രം കാറ്റെത്തും. അതിനുശേഷം ദുർബലമാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ചുഴലിക്കാറ്റിന്റെ സ്വാധീനം മൂലം തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കനത്ത മഴ തുടരുകയാണ്. ചെന്നൈ അടക്കം 9 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. അതേസമയം ശ്രീലങ്കയിൽ കനത്ത നാശം വിതച്ചിരിക്കുകയാണ് ഡിറ്റ്വ ചുഴലിക്കാറ്റ്. വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും മരിച്ചവരുടെ എണ്ണം 150 കടന്നു. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു. രാജേഷ്, ഡിറ്റ്വ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരം തൊടില്ലെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. കടലോര മേഖലയിൽ 25 കിലോമീറ്റർ അടുത്ത് വരെ മാത്രം കാറ്റെത്തുമെന്നും പറയുന്നു. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഈ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരം തൊടില്ലെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഇത് തമിഴ്നാട് തീരത്തോട് 25 കിലോമീറ്റർ വരെ അടുത്തെത്തും. തുടർന്ന് ഇത് കാറ്റിൻ്റെ മധ്യഭാഗം കടലിൽ തന്നെ തുടരും എന്ന കാര്യമാണ് നിലവിൽ ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അതേസമയം തന്നെ കാറ്റിൻ്റെ സ്വാധീനത്താൽ അല്ലെങ്കിൽ കാറ്റിൻ്റെ പ്രഭാവത്താൽ ഈ തമിഴ്നാട്ടിലെ 9 ജില്ലകളിൽ കനത്ത മഴ തുടരുമെന്നാണ് നിലവിൽ ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഈ ചെന്നൈ അടക്കമുള്ള 9 ജില്ലകൾക്ക് ഓറഞ്ച് മുന്നറിയിപ്പ് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. എന്നാലും 25 കിലോമീറ്റർ അടുത്ത് വരെ മാത്രം കാറ്റെത്തും. തുടർന്ന് ഇതിന് കാറ്റ് ദുർബലമാവുകയും ഈ കാറ്റിൻ്റെ മധ്യഭാഗം കടലിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ ഉണ്ടാവുക എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അതേസമയം തന്നെ തമിഴ്നാട്ടിൻ്റെ തീരങ്ങളിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്നലെ പെയ്ത മഴയിൽ വ്യാപക നാശനഷ്ടം തന്നെയാണ് ചെന്നൈ അടക്കമുള്ള വിവിധ ജില്ലകളിൽ ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 6000 ഏക്കറോളം കൃഷിപ്പാടങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നാണ് തമിഴ്നാട് സർക്കാർ നൽകുന്ന വിവരം. അതുപോലെ തന്നെ 6000-ത്തിലധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ സംസ്ഥാനത്തുടനീളം സജ്ജമാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കൂടി നിലവിൽ ഇപ്പോൾ സർക്കാർ അറിയിക്കുന്നു. ഇന്നലെ രാത്രിയോടെയാണ് MK സ്റ്റാലിൻ അടക്കമുള്ള നേതാക്കൾ ഈ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കർഷകർക്ക് ഒരു താങ്ങായി ഈ കൃഷി സ്ഥലങ്ങളെ വെള്ളം കയറുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് ധനസഹായം പ്രഖ്യാപിക്കുമെന്ന കാര്യം കൂടി നിലവിൽ ഇപ്പോൾ MK സ്റ്റാലിൻ അറിയിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഒരു കനത്ത നാശം വിതച്ചിരിക്കുകയാണ് ഈ ഡിറ്റ്വ ചുഴലിക്കാറ്റ്. ശ്രീലങ്കയിൽ ഏകദേശം 150 പേർ ഈ മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും മരിച്ചു, അല്ലെങ്കിൽ ജീവൻ നഷ്ടമായി എന്നൊരു വാർത്ത കൂടി നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നു. ഇതിൽ നിരവധി പേരുടെ വീടുകൾ നഷ്ടമായി, നിരവധി പേരെ കാണാതായി. ഏകദേശം 7000-ലധികം ഏക്കറോളം കൃഷി സ്ഥലങ്ങൾ നശിച്ചു. വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. 25 ജില്ലകളുള്ള ശ്രീലങ്കയിൽ 20-ലധികം ജില്ലകൾ വെള്ളത്തിനടിയിലാണ് എന്ന് കൂടി നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും 150-ലധികം പേരുടെ മരണമാണ് ഇപ്പോൾ ശ്രീലങ്ക സർക്കാർ സ്ഥിരീകരിക്കുന്നത്. ഈ വെള്ളപ്പൊക്കത്തിൽ അല്ലെങ്കിൽ ദുരിതാശ്വാസ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ ഇന്ത്യ ഒരു ധനസഹായം നൽകുന്ന ഒരു സംഭവം കൂടി നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്നു. ഏകദേശം 3 കപ്പലുകളാണ് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായിട്ട് ഇന്ത്യ നൽകിയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ആയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വാഗ്ദാനങ്ങളും അതുപോലെ തന്നെ ഇന്ത്യയുടെ INS വിക്രാന്ത് അടക്കമുള്ള കപ്പലുകൾ വിട്ടു നൽകിയത്. ഈ INS വിക്രാന്തിലെ ചേതക് ഹെലികോപ്റ്ററുകളും ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ശ്രീലങ്കയിൽ എത്തിയിട്ടുണ്ട് എന്നതാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും ഈ ശ്രീലങ്കയിൽ കനത്ത നാശനഷ്ടം തന്നെയാണ് ഡിറ്റ്വ ചുഴലിക്കാറ്റ് ഉണ്ടാക്കിയെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏകദേശം 7000-ലധികം കൃഷിസ്ഥലങ്ങളും വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും വെള്ളത്തിനടിയിലായി എന്നതാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതേസമയം തന്നെ ഈ ഡിസംബർ 16 വരെ ഈ ശ്രീലങ്കയിലെ സ്കൂളുകളെല്ലാം അടച്ചിടുന്നു എന്ന കാര്യം കൂടി നിലവിൽ ശ്രീലങ്ക ഭരണകൂടം അറിയിക്കുന്നുണ്ട്. എന്നാലും വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഈ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചെന്നൈ അടക്കമുള്ള 9 ജില്ലകളിൽ ചെന്നൈ അടക്കമുള്ള 9 ജില്ലകളിൽ ഈ ഓറഞ്ച് മുന്നറിയിപ്പ് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുള്ളത്. എന്നാലും നിലവിൽ ഇപ്പോൾ സാഹചര്യം എല്ലാം ഒത്തുവരുന്ന സാഹചര്യം കൂടിയാണെന്നല്ല കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അരുണിമ, ശരി, വ്യക്തമാണ്. ഡിറ്റ്വ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരം തൊടില്ലെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്.
ചുഴലിക്കാറ്റിന്റെ സ്വാധീനം മൂലം തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കനത്ത മഴ തുടരുകയാണ്. ചെന്നൈ അടക്കം 9 ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും മരിച്ചവരുടെ എണ്ണം 150 കടന്നിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകിയത് രാജേഷ് ശ്രീനിവാസനാണ്.